പ്രിയപ്പെട്ടവരെ, മന്ന ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ദൈവം ഈ ദിനത്തെ അനുഗ്രഹവും കൃപയും ഉള്ളതാക്കി മാറ്റട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന് ക്രിസ്തു പറയുന്നുണ്ട്. സത്യത്തിൽ ഈ ജീവിതത്തിന്റെ യഥാർത്ഥമായ ആഗ്രഹവും അർത്ഥവും എന്താണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്രമേൽ അവൻ കാക്ഷിക്കുന്ന ഒരു സമാധാനം ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ജീവിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ്. ഒരു ദിനമെങ്കിലും ശാന്തി നിറഞ്ഞ, സമാധാനം നിറഞ്ഞൊരു ജീവിതം അവനുണ്ടാകാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ നടത്തുന്ന എല്ലാ പ്രാർത്ഥനകളും, എല്ലാ പ്രയത്നങ്ങളും. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സമാധാനം പുലർന്നു പോരണമെന്നുണ്ടെങ്കിൽ, നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, നീ ക്രിസ്തുവിനെ പോലെ നിന്റെ ജീവിതത്തെ വളരെ കൃത്യമായി ദൈവത്തിന്റെ മുമ്പിൽ അക്കൗണ്ടബിൾ ആക്കി കൊണ്ടു നടക്കാനായിട്ട് പരിശ്രമിക്കണം. കാരണം നിന്റെ ദൈവം എപ്പോഴും നിന്നെ നോക്കിക്കാണുന്നവൻ തന്നെയാണ്. ക്രിസ്തു എങ്ങനെയൊക്കെയാണോ ഈ ലോകത്തിന്റെ മുമ്പിൽ സമാധാനമായി തീർന്നത്, അതുപോലെ സമാധാനത്തിന്റെ അന്തരീക്ഷം എല്ലായിടങ്ങളിലും സൃഷ്ടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നോക്കൂ, നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. അവരുടെ കണ്ണുകൾക്ക് കണ്ണുനീര് സമ്മാനിക്കാൻ നമുക്ക് ഒരിക്കലും അവസരം ഉണ്ടാകരുത്. നമ്മളുടെ വാക്കുകളോ പ്രവൃത്തികളോ മറ്റൊരാളുടെ സമാധാനത്തെ ഭേദിക്കും വിധമായി തീരുകയേ ചെയ്യരുത്. അപ്പോൾ നമുക്കുള്ളിൽ നിലനിൽക്കുന്ന ദൈവത്തിന്റെ സമാധാനത്തിന്റെ വക്താക്കളും ദൂതരുമായി മാറും. നമ്മൾ ജീവിതം അത്രമേൽ സന്തോഷപൂർണമായിട്ട് മാറും. ജീവിതം അത്രമേൽ അനുഗ്രഹമുള്ളതായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് യാതൊരു വിധത്തിലും ഒരു മനുഷ്യന്റെ കണ്ണുനീരിന്റെ അവകാശിയാകാതിരിക്കുക. സ്നേഹപൂർവമായ വാക്കുകൾ ഹൃദയത്തിൽ എപ്പോഴും കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സമാധാനത്തിന് ഉടമകളാകും. സമാധാനം നമ്മളെ തേടി വരും. കർത്താവേ, ഈ ദിനം അനുഗ്രഹത്തിൻ്റെതാകട്ടെ. ആമേൻ.